ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ഓപ്ഷൻ സി നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായവ. ശരിയായവ 1, 4 എന്നിവയാണ്. 1. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 4. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹി, ഷാമാൽ ബരാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന എ, ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ബി, മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ്, നിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ശരിയായവ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ഇടുക്കി. 11ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. പന്ത്രണ്ട്. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്ക്. ബന്ധമുള്ളവ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് എന്നുള്ളവ RBIയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ആൻസർ ഓപ്ഷൻ സി നബാർഡ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നീ പ്രസ്താവനകൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ തൃതീയ മേഖല. ഹിൽട്ടൺ ലിങ്ക് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്?
ആൻസർ ഓപ്ഷൻ ബി RBI. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആമുഖം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. കൂട്ടത്തിൽ ഉൾപ്പെടുന്നവ സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നു. വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം. വകുപ്പ് 23. ക്വസ്റ്റ്യൻ നമ്പർ 21. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായത്. അതായത് 42ാം ഭേദഗതി ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44ാം ഭേദഗതി 300A 1978. 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86ാം ഭേദഗതി വകുപ്പ് 21A വിദ്യാഭ്യാസ മൗലികാവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3, 4, 5, 6 എന്നിവ ശരിയായവയാണ്. അതായത് വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ. 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നവ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി. 104ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭ മണ്ഡലങ്ങളുടെ അതിർത്തികൾ ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 1. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. 2. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. 4. ഡോക്ടർ അരവിന്ദ് പനഗരിയ ആണ് ഇതിന്റെ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3 ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 1. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം.
15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. 3. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 15 അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 60 വയസ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ? ആൻസർ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മാത്രം. ഒന്നെന്ന് പറയുന്നത് രാംഡിയോ മിശ്ര എന്നുള്ളതാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. 1 UNEP സ്ഥാപിതമായ വർഷം 1972 2 പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 എന്നിവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 1 സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. 2 പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. 3 ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ഓപ്ഷൻ ബി കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം? ഇത് PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ, എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി മാലൂസ് നിയമം. 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ഡി സ്പാഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി. CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ? ഓപ്ഷൻ ബി +3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് CO2. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1 ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. 2 വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന? 47 ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 48 താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയുക. 1 സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 2
1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. 3. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. 4. ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. 1ഉം 4ഉം ശരിയായവയാണ്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. 4. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. 3. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്.